സർ, CPM എന്ന പാർട്ടിയെ നമ്മളൊന്ന് വിലയിരുത്തി കഴിയുമ്പോൾ, ഇപ്പം ഏതാനും CPM അധികാരത്തിലൊന്നുമില്ല, വിലയിരുത്തി കഴിയുമ്പോൾ നമ്മൾ ഇപ്പം ഇത്രയും നാളത്തെ ഒരു ഭരണം കൊണ്ട് ഏതാണ്ട് 10 വർഷത്തോളം ഭരിച്ചല്ലോ, ഇതിൽ കുറച്ച് ഹാസ്യ കഥാപാത്രങ്ങളെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടി വരും. അതായത് റഹീം, ആര്യ രാജേന്ദ്രൻ, ചിന്താ ജെറോം തുടങ്ങി, ബ്രിട്ടാസ്, വീണ ജോർജ്, അങ്ങനെയൊക്കെയുള്ള അതൊരു നമുക്ക് തോന്നും ഇതിനകത്ത് ഒരു ഹാസ്യ, അല്ലെങ്കിൽ ഇതൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഹാസ്യ കഥാപാത്രങ്ങളുടെ റോളുകൾ കൈകാര്യം ചെയ്യാൻ മിടുക്കന്മാരായ ഒരു 5-6 പേരാണ്. അങ്ങനെ തോന്നുന്നില്ലേ സാറിന്? സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്തായിരിക്കും? അല്ല, ഈ ഹാസ്യ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അങ്ങനെ ഹാസ്യം അഭിനയിച്ചെടുക്കാൻ വലിയ പ്രവൃത്തികളിലൂടെയാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. അതെ അതെ, ഒരാളെ ചിരിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. നമുക്ക് കരയിപ്പിക്കാനായിട്ട് എന്ത് വേണേലും ചെയ്യാം, ചിരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ജഗതി ഹാസ്യ കഥാപാത്രങ്ങളല്ലേ ചെയ്യുന്നത്. എന്തൊരു വലിയ അഭിനയ പ്രതിഭയാണത്. ചാർലി ചാപ്ലിൻ എന്താണ് നമ്മളെ ചിരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. നടൻ ശ്രീനിവാസൻ അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഹാസ്യ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. ഹാസ്യ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവര് നിസ്സാരപ്പെട്ടവരൊന്നുമല്ല, അവരെ നമ്മൾ ഉയരങ്ങളിൽ തന്നെയാണ് കാണുന്നത് മറ്റുള്ളവരെക്കാൾ. ഇപ്പൊ ജഗതി ഇപ്പൊ സിനിമയിൽ നിന്നും മാറി നിൽക്കും, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കാരണം. ജഗതി ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അത് പിന്നെ അതുപോലെ ഈ ഹാസ്യ കഥാപാത്രങ്ങൾ അല്ല ഇവരെ പറയേണ്ടത്. ഈ കുറച്ച് കഥാപാത്രങ്ങളുടെ പേരുകൾ പറഞ്ഞാല് റഹീം, ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ ചിന്തോ ജെറോം, ആര്യ രാജേന്ദ്രൻ, വീണ ജോർജ്, പിന്നെ ഉമ്മൻചാണ്ടിക്ക് എതിരെയും മത്സരിച്ച ജെയ്ക് സി തോമസ്, ഇങ്ങനെ കുറച്ച് തിരുമണ്ടന്മാരുണ്ട് കേട്ടോ. അങ്ങനെ വേണം പറയാൻ. ഹാസ്യ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവരെ മറ്റ് പിന്നെ വലിയ അഭിനയ പ്രതിഭകളെ നമ്മൾ അവഹേളിക്കുക. ഹാസ്യ സാഹിത്യമില്ലേ, ഹാസ്യ സാഹിത്യം എന്നൊക്കെ പറയുന്നത് എത്ര സുന്ദരമാണ്. ഞാൻ ഈ വേളൂർ കൃഷ്ണൻകുട്ടിയാണ് ഓർമ്മിക്കുന്നത് കേട്ടോ. വേളൂർ കൃഷ്ണൻകുട്ടി പിന്നെ റേഡിയോയിലൂടെ നമ്മൾ പണ്ടിത് കേൾക്കുമായിരുന്നു. വേളൂർ കൃഷ്ണൻകുട്ടി ഇങ്ങനെ കഥ വായിക്കും. അയ്യോ എന്ത് സ്പീഡാണെന്നറിയാം വേളൂർ കൃഷ്ണൻകുട്ടിയുടെ. ശരിക്കും ആൾക്കാർ അത് വായിക്കേണ്ട കഥകളാണ് വേളൂർ കൃഷ്ണൻകുട്ടി. ഇന്നും പ്രസക്തിയാണ്. പഞ്ചവടിപ്പാലം KG ജോർജ് സംവിധാനം ചെയ്തത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥയാ. പഞ്ചവടിപ്പാലത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. അത് നമ്മൾ യൂട്യൂബിൽ കയറിയ കാണാമല്ലോ പഞ്ചവടിപ്പാലം. പിന്നെ KG ജോർജ് ഒന്നാം തരം ഫിലിം മേക്കർ ആയിരുന്നു. അത് അതിനകത്ത് ഭരത് ഗോപി, പിന്നെ ജഗതി, പിന്നെ സുകുമാരി, ഇവരൊക്കെ ആയിരുന്നു. ശ്രീനിവാസൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ പരന്നു കുറഞ്ഞിരുന്നത് ഈ തിരുമണ്ടന്മാര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ കോപ്രായങ്ങൾ കാണിച്ച് ജനശ്രദ്ധ നേടുന്ന 2 MP-മാരാണ് നമ്മൾ പറയുന്ന A റഹീം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റഹീം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ ദിവസമായിട്ട് ഇങ്ങനെ പാർലമെന്റിന്റെ ഓരോ തൂണിന്റെ ചുവട്ടിലും പോയി നിന്ന് റീൽ എടുക്കുകയാണ്. ഇവിടെ പണ്ട് വേറൊരു റീൽ വിദഗ്ധൻ ഉണ്ടായിരുന്നു, ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. നമ്മുടെ കാരണഭൂതന്റെ മരുമകൻ ഒറ്റ ജോലിയേ ഉള്ളായിരുന്നു, റീൽ എടുത്തിടുക. ഇപ്പൊ പിന്നെ വീട്ടിലിരുന്ന് റീൽ ഇടുകയായിരിക്കും തോന്നുന്നു. പിന്നെ ജോൺ ബ്രിട്ടാസ് കുറച്ച് ദിവസമായിട്ട് പാർലമെന്റിൽ കാണിക്കുന്ന കോപ്രായങ്ങളും മണ്ടത്തരങ്ങളും, മറ്റേ നമ്മുടെ തമിഴ് നാട്ടിൽ നിന്നുള്ള MP-യുടെ വായിൽ നിന്ന് തള്ളക്കി വിളി കേട്ട്, പച്ചമലയാളത്തിൽ പറഞ്ഞ് തള്ളക്കി വിളി കേട്ടിട്ട് ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം പിന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എടുത്തിട്ട് അലക്കി ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. പിന്നെ വേറെ ആളുണ്ട്, ഡോക്ടർ ചിന്തോ ജെറോം. ഡോക്ടർ എന്ന് കൂടി ചേർക്കണം കേട്ടോ. എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് കേരള സർവകലാശാലയെ തിരിച്ചു കൊണ്ടുകൊടുത്തേനെ. എനിക്കിത് വേണ്ട. ചിന്തോ ജെറോമിന് ഡോക്ടറേറ്റ് കൊടുത്ത സർവകലാശാലയിൽ നിന്ന് ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് ഏതായാലും ഡോക്ടറേറ്റ് ഇല്ല. ഇപ്പൊ ഡോക്ടറേറ്റ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, എളുപ്പത്തിൽ കിട്ടും, വലിയ പ്രയാസമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരുപാട് പേര് ഈ ചിന്തോ ജെറോമിനെ പോലുള്ളവരൊക്കെ ആ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടാണ്. ഇതിനൊക്കെ വേറെ ആളിനെ വെച്ചിട്ടുണ്ട് എഴുതാനും ഒക്കെ ആയിട്ട്. അങ്ങനെയാണല്ലോ പിന്നെ ചങ്ങമ്പുഴയുടെ വാഴക്കുലയുടെ കാര്യം എടുത്ത് മാറ്റിയതും ഒക്കെ തന്നെ അല്ലേ. ഇവരൊക്കെ ഈ തീസിസുകളെല്ലാം പരിശോധിക്കണം. പണ്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു തീസിസ് മോഷണം നടത്തിയവരൊക്കെ ഉണ്ടായിരുന്നു. ഈ സഖാക്കന്മാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ചിന്തോ ജെറോം നടത്തിയ ഷോയൊക്കെ എന്തായിരുന്നു? ആര്യ രാജേന്ദ്രന്റെ വേറൊരു ഫോട്ടോ കോപ്പിയാണ് കേട്ടോ അത്. ചിന്തോ ജെറോം യുവജന കമ്മീഷൻ അധ്യക്ഷയായിട്ട് കയറിയിരുന്നു. 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട്.
അത് 1.5 ലക്ഷം ആക്കിയപ്പോൾ കുടിശ്ശിക സഹിതം കൊടുത്തു എന്നുള്ളതാണ്. സർക്കാർ ഇവിടെ കടം കയറി കുത്തുപാള എടുത്തിരിക്കുന്ന അവസരത്തിലാണ് ഇവർക്ക് 1.5 ലക്ഷം രൂപ ആക്കി കൊടുത്തത്. പിന്നെ വാഹനവും വിടുവായുത്തമാണ് പറയുന്നത് മുഴുവൻ, ഒരു ബോധവുമില്ലാതെ എന്തെങ്കിലും പറയുക. അവരുടെ കൊല്ലത്തുള്ള അവരുടെ വീട് റിപ്പയറിങ്ങും ഒക്കെ മെയിൻ്റെനൻസിന് കാരണം ഇവർ മാറി താമസിച്ചു കൊല്ലത്തുള്ള ഒരു റിസോർട്ടിൽ സർക്കാർ തലവിൽ. ഒന്ന് ആലോചിച്ച് നോക്കെ. അങ്ങനെയുള്ള ചിന്തോജറോ. പിന്നെ തിരുവനന്തപുരത്തിന്റെ വീരപുത്രി ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരത്തിന് 5 കൊല്ലം ഏത് തരത്തിൽ താഴോട്ട് ആക്കാമോ അത്തരത്തിലെല്ലാം ആക്കിയ ആര്യ രാജേന്ദ്രന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് പല വീഡിയോകളിലും. ഇപ്പൊ ഇങ്ങനെ നടക്കുകയാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരം നഗരത്തിലൊക്കെ കാണാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. മുൻ മേയറാണെന്നും കൂടെ പറയുന്നു. ഇനി ഒരു ബോർഡ് ഊണിക്കിനെ വെച്ചാൽ മതി, മുൻ മേയർ എന്നുള്ള രീതിയിൽ. ഒരു കൂടെ ആരുമില്ല. പലരുടെ അടുക്കലും ഒക്കെ ഇടിച്ചു കയറാൻ നോക്കുന്നുണ്ട്. ഈ ആര്യ വരുന്നു എന്ന് കണ്ട പലരും ഒക്കെ അങ്ങ് ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ വീണ ജോർജ്, ആറന്മുളയിൽ വീണ ജോർജ് 3-ാം തവണ തോൽക്കും എന്ന് പലവട്ടം നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് അതുപോലെ തന്നെ നടന്നു. അബിൻ വർക്കി എന്ന് പറയുന്ന മികച്ച ഒരു സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഈ വീണ ജോർജ് നമ്പർ 1 അഹങ്കാരത്തിന്റെ രൂപമായി മാറിയെന്ന്. 2016 മത്സരിച്ച ആറന്മുളയിൽ നിന്ന് സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് രംഗത്ത് വന്നത്, കത്തോലിക്ക സഭയുടെ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു പോയി. 2021 നിയമസഭയിൽ മത്സരിച്ചു, അങ്ങനെ വീണ്ടും വിജയിച്ചു വന്നപ്പോഴാണ് പിണറായി വിജയൻ താലത്തിൽ വെച്ച് കൊടുത്തു ആരോഗ്യമന്ത്രി പദവി. നമ്മൾ വിചാരിച്ച എന്തോ അങ്ങ് മറിക്കി വന്നു. ഒന്നും മറിച്ചില്ല. ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞ് കുത്തുപാളയെടുത്ത് ഒരു സർക്കാരിന്റെ പ്രതിച്ഛായയെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വീണ ജോർജിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ LDFന്റെ കയ്യിൽ നിന്ന് ഭരണം പോയതിന്റെ 1-ാം പ്രതി പിണറായി വിജയനും 2-ാം പ്രതി വീണ ജോർജും തന്നെയാണ്. കാരണം പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. 2016 പിണറായി വിജയൻ അധികാരം ഏൽക്കുമ്പോൾ എടുത്തു പറഞ്ഞ കാര്യം പൊതുജന ആരോഗ്യവും പൊതുവിദ്യാഭ്യാസവും പൊതുഗതാഗതവും നമ്മൾ നന്നാക്കിയെടുക്കും, അത് എല്ലാ ജനങ്ങൾക്കും പ്രാപ്യമായ രീതിയിൽ മാറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ 3 കുത്തുപാളയെടുത്ത് മാറി എന്നുള്ളതാണ്. അതിലേറ്റവും അപകടകരമായി മാറിയത് വീണ ജോർജ് കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യ വകുപ്പുമായിരുന്നു. പിന്നെ വേറൊരു ചാവേറുണ്ട്, ജെയ്സി തോമസ് എന്ന് പറയുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയോടെ പലവട്ടം തോറ്റു. ഒടുവില് ഉമ്മൻചാണ്ടിയുടെ പിന്നെ മകനോടും തോൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഈ ജെയ്സി തോമസ്. ഇടയ്ക്ക് ഡൽഹിയിലൊക്കെ ഈ സമരം നടത്തിയപ്പോൾ MA ബേബിയുടെ കൂടെ പിന്നെ കയറി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസ് വന്ന് എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ചാടി കയറി, അവരെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. ആദ്യം ചാടി കയറി ഈ ബസ്സിലൊക്കെ കയറി അങ്ങ് സൈഡിൽ ഇരുന്നാണ്. ഈ കുട്ടികൾ കണ്ടിട്ടില്ലേ, ബസ് വരുമ്പോ നിർത്തുമ്പോ ചാടി കയറി സൈഡ് സീറ്റ് പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ സമരത്തില് അവിടെ MA ബേബിയെ കണ്ടില്ലേ വലിച്ചഴിച്ചു കൊണ്ട് കിടക്കുന്നത്. ഇവിടെ വരുമ്പോഴല്ലേ MA ബേബി എന്നൊക്കെ പറയുമ്പോ കുറെ പിന്നെ പൊങ്ങന്മാര് പോയി ബേബി എടുക്കൽ ഓച്ചാനിച്ച് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്, കുറെ കാലുനക്കികളുണ്ട്. പക്ഷെ ഡൽഹിയിലൊന്നും ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. MA ബേബി എന്ന് പറഞ്ഞാൽ ബേബി കയറുന്നു പറയും. അങ്ങനെ MA ബേബി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ ജെയ്ക്സ് തോമസ് നേരത്തെ കയറി ആ സൈഡിൽ ഇങ്ങനെ ബസിന്റെ സൈഡിൽ കയറി, പോലീസ് വാഹനത്തിന്റെ സൈഡിൽ കയറി ഇങ്ങനെ വെളിയിൽ തലയിട്ടിരിക്കുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. അത് ഒരാൾ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. കുട്ടികൾ കയറി ബസ്സിൽ കയറി തലയിട്ട് ഇങ്ങനെ ഒരു പിന്നെ മറ്റേ കമ്പ് മിഠായിയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം കുറെ ചാവേറുകളാണ്, തിരുമണ്ടന്മാരാണ് CPM-ൽ അവസാന കാലഘട്ടത്തിലുള്ളത്. പണ്ടൊക്കെ നമ്മൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്നൊക്കെയാണ്. EMS-നെ പോലുള്ള ഒരു ദൈക്ഷണിക പ്രതിഭ നിന്നിരുന്ന പാർട്ടിക്കകത്താണ് ഇപ്പോൾ കുറെ തിരുമണ്ടന്മാർ വന്നിരിക്കുന്നത്. റഹീം, ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ ചിന്തോ ജെറോം, ആര്യ രാജേന്ദ്രൻ, വീണ ജോർജ്, ജെയ്സി തോമസ്, ഇങ്ങനെയുള്ളവർ. ഇത് പാർട്ടിയുടെ അധോഗതിയിലേക്ക് തീർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.